ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ഓമപ്പൊടി. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഓമപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ചെറിയ തരിയുള്ള കടലമാവാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. ഇതും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചത് തന്നെ എടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് എരിവുള്ളതാണ് ഇഷ്ടമെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ അയമോദകം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ ചേർക്കണമെന്നില്ല, ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ചേർത്താലും മതി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി അയഞ്ഞ പരുവത്തിലുള്ള മാവാണ് വേണ്ടത്. ഇപ്പോൾ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇതിൽ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നും കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ തീരെ അയഞ്ഞും പോകരുത്. അതായത് നമുക്ക് സേവനാഴിയിൽ കൂടി ഇത് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റണം. കണ്ടോ, നമ്മൾ ഇതുപോലത്തെ ഒരു അച്ചിലാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ നമ്മൾ മിച്ചറൊക്കെ തയ്യാറാക്കുന്ന അച്ചിൽ പിഴിഞ്ഞെടുത്താലും മതി. ഇനി ഈ സേവനാഴിയുടെ ഉള്ളിലൊക്കെ അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകിൽ ഇതുപോലൊരു പ്ലേറ്റിന്റെ മുകളിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു തവിയിൽ പിഴിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം, എങ്കിലേ നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിലെ ബബിൾസ് ഒക്കെ കുറഞ്ഞ് ചെറുതായിട്ട് കളറ് മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നേരിട്ട് എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് തയ്യാറാക്കിയാലും മതി, കാരണം ഇതിൻ്റെ ഷേപ്പ് ഒന്നും പ്രശ്നമല്ല, നമുക്കിത് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി വറുത്ത് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. ഇപ്പം മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് 4 മണിക്ക് ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.